യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്കും പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഏറ്റവും അധികം കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കൊളുകുമല. മീശപ്പുലിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാർ വരാൻ താല്പര്യപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണിത്. ഒരാൾക്ക് 100 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. ജീപ്പിന് 2300 രൂപയും. ഈ 2300 രൂപയ്ക്ക് 6 പേർക്ക് സഞ്ചരിക്കാം. ബേസ് ക്യാമ്പിലെ ഓഫീസിലാണ് നമ്മൾ ഈ പൈസയെല്ലാം അടയ്ക്കേണ്ടത്. ഈ യാത്ര നമ്മൾ വെളുപ്പിന് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. കാരണം സൺറൈസ് കാണുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വെളുപ്പാങ്കാലത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് കൊളുകുമല കാണാൻ അസാധ്യ ഭംഗിയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നൊന്നുമില്ല. ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഇനി നമ്മൾ കാണാൻ പോവുകയാണ്. മാത്രമല്ല ഇവിടെ ഒരു ലയൺ റോക്ക് ഉണ്ട്. ലയൻ്റെ ഷേപ്പിലുള്ള റോക്ക് ആയതുകൊണ്ടാണ് ഇതിന് അത്തരമൊരു പേര്. ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് മറ്റൊരു വിനോദമാണ് ഇവിടുത്തെ. പ്രധാനമായിട്ടും ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. കാരണം അതിമനോഹരമാണ്, ആ വാക്കുകളിൽ നിൽക്കില്ല. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത്. നമ്മൾ ഏതോ വിദേശ രാജ്യത്തൊക്കെ എത്തിയ പോലുള്ള ഒരു അനുഭവമായി. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും രാവിലെ തന്നെ വരാനായിട്ട് ശ്രമിക്കുക. കാരണം രാവിലെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പീക്കാണ് കൊളുകുമല പീക്ക്. അത് ശരിക്കും തമിഴ്നാട്ടിലാണുള്ളത്. അങ്ങോട്ട് പോകാൻ നമ്മൾ സെപ്പറേറ്റ് എൻട്രി ഫീയും പാസും എല്ലാം എടുക്കേണ്ടതുണ്ട്. ഇങ്ങോട്ടുള്ള റോഡ് ഓഫ് റോഡാണ്. വളരെ മോശമായിട്ടുള്ള റോഡാണ്. ജീപ്പിന് മാത്രമേ ഇതിലൂടെ അത്യാവശ്യം യാത്ര ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ജീപ്പ് യാത്ര ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു യാത്ര തന്നെയായിരിക്കും.
കൊളുക്കുമലയിലെ ടീ പ്ലാന്റേഷനൊക്കെ അതിമനോഹരമാണ്. ടീ പ്ലാന്റേഷനും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് ഇവിടം സ്വർഗം തന്നെയായിരിക്കും. വേറെ വാക്കുകളൊന്നും പറയാനില്ല. കൊളുക്കുമല ഒരു മിനി സ്വർഗം തന്നെയാണ്.